പബ്ലിക് സ്പീക്കിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വാക്കുകൾ, പദസമ്പത്ത് എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, നല്ല കടുകട്ടി വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നൊന്നും ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് നല്ല പ്രഭാഷകര്, നല്ല എഴുത്തുകാര് എന്നൊക്കെ. വാസ്തവത്തിൽ അങ്ങനെയൊന്നുമല്ല. മലയാള സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരാണ് ബഷീർ. ബഷീർ എഴുതിയ പുസ്തകങ്ങളെല്ലാം സാധാരണക്കാരന്റെ ഭാഷയിലാണ്. പക്ഷേ ആ സാധാരണക്കാരന്റെ ഭാഷയിൽ എഴുതിയ പുസ്തകങ്ങളിൽ വായനക്കാരനെ പിടിച്ചിരുത്തുന്ന, കണ്ടിന്യൂസ്ലി വായിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു മാസ്മരിക ശക്തി ആ വാക്കുകൾക്കിടയിൽ അയാൾക്ക് ഒളിപ്പിച്ചു വെക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ജോസഫ് അന്നംകുട്ടി സാറിനെ എല്ലാവർക്കും അറിയാം, സംവിധാന സാഹിബിനെയും എല്ലാവർക്കും അറിയാം. ഇവരൊക്കെ സ്റ്റോറികൾ പറയുന്ന സമയത്ത്, പ്രഭാഷണങ്ങൾ നടത്തുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ കോണ്ടന്റുകൾ കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. വാസ്തവത്തിൽ ഈ സാധാരണ ഭാഷകൾ തന്നെ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകളും ആ വാക്കുകളും തന്നെ അത് ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുമ്പോൾ ആ ഭാഷക്ക് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട്. ആ വാക്കുകളുടെ പ്രാസവും അതിൻ്റെ കോർവയും അതിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും ഉൾപ്പെടുത്തി ഉപയോഗിക്കേണ്ടിടത്ത് കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഭാഷക്കും ആ സംസാരത്തിനും ആ എഴുത്തിനും വല്ലാത്തൊരു സൗന്ദര്യം ഉണ്ടാവും. ആ സൗന്ദര്യത്തെയും ആ മാസ്മരികതയും കണ്ടെത്തുക എന്നുള്ളതാണ് ആസ് എ സ്പീക്കർ, ആസ് എ ട്രെയിനർ എന്ന നിലക്ക് നമ്മളൊക്കെ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഷക്കും ഈ പ്രഭാഷണത്തിനൊക്കെ വല്ലാത്ത സൗന്ദര്യവും നമുക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും നമുക്ക് സാധിക്കും. അങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സംസാരിക്കുന്ന രൂപത്തിലുള്ള, ആശയം കൈമാറുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും ഫ്ലുവൻസിയും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു പ്രഭാഷകനായി മാറുക.